ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് കടക്കുകയാണ്. പത്തനംതിട്ട സീറ്റിലെ സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി എൻഡിഎയിൽ പടലപ്പിണക്കം. പി.സി. ജോർജിനെതിരെ ബി.ജെ.പി. ദേശീയ അധ്യക്ഷനെ കണ്ട് പരാതി അറിയിക്കാനുള്ള നീക്കത്തിലാണ് തുഷാർ വെള്ളാപ്പള്ളി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തനിക്ക് സീറ്റ് നൽകാതിരിക്കാൻ ഇടപെട്ടത് വെള്ളാപ്പള്ളി നടേശനാണ് എന്ന് പി.സി. ജോർജ് ആരോപിച്ചിരുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി വി വിനോദ് ചേരുന്നു. വിനോദ്, ഏറെ വൈകിയാണ്, പ്രതീക്ഷിച്ചതിലും വൈകിയാണ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവന്നത്. പക്ഷേ അതിന് പിന്നാലെയും ഇപ്പോൾ പ്രതിഷേധങ്ങൾ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അഭിലാഷ്, എൻഡിഎയിൽ പ്രചരണം തുടങ്ങുന്നതിന് മുൻപ് തന്നെ കല്ലുകടിയായി മാറിയിരിക്കുകയാണ് നേതാക്കൾക്കിടയിലെ ഈ ഭിന്നത. പി.സി. ജോർജ് നിരാശനാണ്. അദ്ദേഹം പത്തനംതിട്ട സീറ്റിൽ മത്സരിക്കാമെന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു, ധാരണ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബി.ജെ.പിയിലേക്ക് ചേരുകയാണ്, അത് ലയനമായിരുന്നു. അദ്ദേഹത്തിന്റെ പാർട്ടി ലയിക്കുകയായിരുന്നു. ആദ്യം പി.സി. ജോർജ് ബി.ജെ.പിയിൽ ചേരുന്നു, പിന്നാലെ പാർട്ടി ലയിക്കുന്നു. പി.സി. ജോർജോ ഷോൺ ജോർജോ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകും, ആ തരത്തിലുള്ളൊരു പ്രതീക്ഷ അവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ബി.ഡി.ജെ.എസിന്റെ എതിർപ്പ്, പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശൻ ഈ ഒരു എതിർപ്പ് സ്വീകരിച്ചത്, സമുദായത്തെ നിരന്തരം ആക്ഷേപിക്കുന്ന ഒരാൾ ഇങ്ങനെ സ്ഥാനാർത്ഥിയാകുന്നതിലെ എതിർപ്പ്, ആ ഒരു എതിർപ്പ് തന്നെയാണ് പി.സി. ജോർജിന്റെ സ്ഥാനം നഷ്ടമാക്കിയതെന്ന് കരുതേണ്ടിയിരിക്കുന്നു. മാത്രവുമല്ല, അനിൽ ആന്റണി അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നു. വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ളൊരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് തന്നെയാണ്. കാരണം ശ്രീധരൻ പിള്ളയോ കുമ്മനം രാജശേഖരനോ പത്തനംതിട്ടയിൽ മത്സരിച്ചേക്കുമെന്ന ചില അഭ്യൂഹങ്ങളും ചർച്ചകളും ഉണ്ടായിരുന്നു. നേരത്തെ വലിയ തോതിൽ വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞ മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ, മാത്രവുമല്ല പി.സി. ജോർജിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു ബി.ജെ.പിയിൽ നിന്ന് മുതിർന്ന നേതാക്കൾ മത്സരിക്കാനെത്തിയാൽ വലിയ എതിർപ്പ് ഉണ്ടാകുകയും ചെയ്യുമായിരുന്നില്ല. പക്ഷേ അനിൽ ആന്റണിക്ക് അവസരം കിട്ടുകയും പി.സി. ജോർജിനെ പോലെ വളരെ സീനിയറായ, മാത്രവുമല്ല അദ്ദേഹം പാർട്ടിയിലേക്ക് വരുമ്പോൾ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തിയിരുന്നു. അങ്ങനെയുള്ള ഒരു സ്ഥാനം അല്ലെങ്കിൽ ആ ഒരു സീറ്റ് നഷ്ടമായതിൽ വലിയ അതൃപ്തി പി.സി. ജോർജിനുണ്ട്. ഇത് ബി.ജെ.പി. നേതൃത്വത്തെ സംബന്ധിച്ചും തലവേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം പത്തനംതിട്ടയിൽ മാത്രമല്ല, കോട്ടയം ഉൾപ്പെടെ, കോട്ടയത്തെ ബി.ഡി.ജെ.എസിനാണ് നൽകിയിട്ടുള്ളത് ഈ 2 സീറ്റുകൾ. ഇതിനു പുറമെ മറ്റിടങ്ങളിലും ഈ ഒരു പ്രശ്നം ബാധിക്കുമോ എന്ന ആശങ്ക ബി.ജെ.പി. നേതൃത്വത്തിനുണ്ട്. ഏതായിരുന്നാലും പി.സി. ജോർജ് വലിയ നിരാശനാണ്. അദ്ദേഹം തുറന്നടിക്കുകയാണ് ചെയ്തത്. വീണ്ടും ഒരു തവണയല്ല, അദ്ദേഹം പല ആവർത്തിയായി ഈ സീറ്റ് നഷ്ടപ്പെട്ടതിലെ പ്രതികരണങ്ങളിൽ അദ്ദേഹം വിമർശനം ഉന്നയിച്ചിരുന്നു. മാത്രവുമല്ല, താൻ ഇങ്ങനെ സ്ഥാനാർത്ഥിയായി എത്തുന്നതിൽ എതിർപ്പുള്ളത് പിണറായി വിജയനും വെള്ളാപ്പള്ളിക്കും തുഷാറിനുമാണ് എന്ന് പറയുമ്പോൾ പിണറായി വിജയന്റെ താൽപര്യപ്രകാരം വെള്ളാപ്പള്ളി പ്രവർത്തിക്കുകയും പിണറായി വിജയന്റെ താൽപര്യം ബി.ജെ.പി. നടപ്പിലാക്കുകയും ചെയ്യുന്നുവെന്ന് വരികൾക്കിടയിൽ വായിക്കാൻ കഴിയും. ആ തരത്തിലുള്ളൊരു ആരോപണം പറയാതെ പറയുകയും കൂടിയാണ് പി.സി. ജോർജ്. അഭിലാഷ്, റൈറ്റ്, ഇതാണ് ഇപ്പോഴത്തെ ബി.ജെ.പിയിലെ സാഹചര്യം. ഇനി ഏറ്റവും അധികം തുടർ വാർത്തകൾക്ക് ഇന്ന് സാധ്യതയുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ വി വിനോദ് നൽകിയത്.